ഹലോ ഗായ്സ്, ഐ ആം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യമായിട്ടാ നമ്മളെന്നും എല്ലാ പ്രാവശ്യം ഡിവിഷൻ പുഷ് എന്ന് പറഞ്ഞിട്ടാണ് കയറാറ്. പക്ഷെ ഇന്ന് ഡിവിഷൻ പുഷ് അല്ല, ഇന്ന് റാങ്ക് പുഷ്. നമ്മൾ ഡിവിഷൻ 3 എത്തി. ഡിവിഷൻ 3 എത്തിയുള്ള ആദ്യ കളി ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ അകത്ത് കളിക്കുന്നതാവും. അതിൻ്റെ നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലോകം ഇതുണ്ട്. ഇനിയുണ്ട് 2 ദിവസം, പിന്നെ കൂട്ടി 2 ദിവസം ഉണ്ടാവും. മറ്റേ റൊണാൾഡിനോൻ്റെ ഇതൊക്കെ ഫ്രീ സ്പിന്നൊക്കെ കിട്ടും. അത് മറ്റന്നാളാണ്. എന്തൊക്കെ എനിക്കറിയില്ല, കിട്ടില്ലെന്നു. എന്തായാലും ഗോള് തട്ടിയുണ്ട് കേട്ടോ. പെനാൽറ്റിക്ക് മിസ്സിലാണ്. ഗോളായത് വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തായാലും കളിയിലോട്ട് കിടക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് റിസീവ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കോയിൻ എല്ലാവരും കൊണ്ടല്ലോ അല്ലേ, 927. നമ്മൾ ഇത് കണ്ടില്ല നിങ്ങൾ, ഡിവിഷൻ 3 എത്തി. അത് ഈ ഒരു സ്ക്വാഡ് വെച്ച് നമ്മൾ റൗളിലൊക്കെ കയറ്റി. റൗളൊന്നും പോരാ വെച്ചു. നമ്മളിപ്പോൾ ചെറിയൊരു വ്യത്യാസം കൂടി വെച്ചാൻ പോകണം. വേറെ ഒന്നും ബാറ്റിസ്റ്റൂഡ് നമ്മുടെ കീഴിൽ വിയനെ കയറ്റുക. ഞാൻ ബാറ്റിസ്റ്റൂഡ് ഇടയ്ക്കിടയ്ക്ക് ലൊട്ട കളി, ഇടയ്ക്കിടയ്ക്ക് വൻ കളിയും തരുന്നുണ്ട്. അത് ഞാൻ വിചാരിച്ച് എന്താ പറയുക, ബാറ്റിസ്റ്റൂട്ട കളിക്കുന്നുണ്ട്, നേരെ കളിക്കണമില്ല. അപ്പോൾ അവൻ്റെ പകരം എൽഹാജിനെ ഇറക്കി. എൽഹാജി ഇറങ്ങി. നമുക്കില്ലേ, ഞാൻ കാര്യം പറയട്ടെ, ഡിവിഷൻ 4 5ാമത്തെ കളി വിട്ടെന്നാണ് ആരോ വന്ന ഉടനെ ലീവ് അടിച്ചു പോയി. അതിന് മുമ്പത്തെ കളി 3-0 നമ്മൾ ജയിച്ചു. ആ 3 ഗോളും 4-2 ജയിച്ചു. 3-0 പിന്നെ ഒരാൾ അടിച്ചു, പിന്നെ നമ്മളൊന്ന് അടിച്ചു. ആ ഗോളൊക്കെ അടിച്ച ആരാരോ 4 ഗോളും എൽഹാജി ദിയാവു. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നമ്മൾ ഡിവിഷൻ 3 ഫസ്റ്റ് മാച്ച് നമ്മൾ തുടങ്ങാൻ പോകട്ടോ. ഡിവിഷൻ 3 ഫസ്റ്റ് മാച്ച് കറബാഗ് എന്നൊരു ബംഗ്ലാദേശിയൻ ടീമാണ്. കറബാഗ് എന്നാണ് പേര്. കളി എന്താണെന്ന് എനിക്കറിയില്ല. നമുക്കതായാലും കളിയിലോട്ട് പോകണം. നമ്മൾ ഇത് മാറ്റിയിട്ട് അറിയാലോ അല്ലേ, നമ്മൾ ജേഴ്സി നമ്മൾ കുറേ തപ്പി ഇറങ്ങിയിരുന്നു. ഈ ജേഴ്സി ഇട്ടാണ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ജേഴ്സി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടുന്ന ജേഴ്സിയാണ്. ഇരിക്കുക. റോബർട്ട്സൺ ഇറങ്ങട്ടെ. ഫസ്റ്റ് കളിയിൽ അങ്ങനെ സനിയിട്ടുണ്ടാവില്ല. നെയ്മർ ക്യാപ്റ്റനായിട്ട് നമ്മൾ വഹിക്കാനുണ്ടാവില്ല. ടോണി വേണ്ട, ഡോണി ഉണ്ടായിക്കോട്ടെ. സുൽമോ ഉണ്ടോ, ബാറ്റിസ്റ്റൂട്ടിനെ ഇറക്കണം. ഫസ്റ്റ് ഹാഫ് ഇറക്കിയൊക്കെ കളിക്കനുസരിച്ച് നമുക്ക് മാറ്റാം. അതാണ് നല്ലത്. ചെക്കൻ്റെ ടീം ഇതാട്ടോ ഗൈസ്. ഇവനായിട്ടാണ് നമ്മൾ കളിക്കാൻ പോണേ ഡിവിഷൻ 3 ഫസ്റ്റ് മാച്ച്. അപ്പം നിങ്ങൾക്കെ ഉണ്ട് കളി എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കളിയിലോട്ട് പോകാം. നമുക്കവിടെ വെച്ച് നമ്മളെ ഹോമാണ്. ചെക്കൻ ലോങ് ബോൾ കൗണ്ടറാണ്. മിക്കൽ അറ്റാറ്റാണ്. കാൻഡോണ, ബാറ്റിസ്റ്റൂട്ട, ഫോർലാന്. എടാ ആ ത്രൂ പോയില്ല.
ഇനിയിപ്പോൾ അവൻ്റെ അറ്റാക്കിങ് അവൻ ചിലപ്പോൾ ഡിവിഷൻ 3 ഭയങ്കര പരിചയമുള്ള തന്നെ തോന്നുന്നുണ്ട്. ആടാ റൂമിനിങ് ആണ്, ഇത് ഗോൾ ഉറപ്പാ. ആടാ ഗായ്സ് നമ്മളെ പോസ്റ്റിൽ കളി തുടങ്ങി 4 മിനിറ്റ് 5 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മളെ പോസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. കിടിലൻ കളി തന്നെ ചെക്കൻ കളിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് കളി പൊട്ടേണ്ടി വരുമോ എനിക്കറിയില്ല. ഫസ്റ്റ് കളി ആണ് എന്താ പറയുക ഡിവിഷൻ 3 ഫസ്റ്റ് കളി തോൽക്കേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. ഫോർലാൻ അടാ പോസ്റ്റ് അടി ഫോർലാനേ, കുഴപ്പമില്ല. എത്ര പ്രാവശ്യം ഇത് ഗോളാക്കണം. പോസ്റ്റ് അടിക്കണ്ടേ, പോസ്റ്റ് അടിച്ചില്ല ഫോർലാന്. വേറെ പ്രശ്നം മാത്രമേ ഉള്ളൂ, റൈറ്റ് കാർഡില്ല. സ്റ്റേക്ക് കുത്ത് ഫോർലാന്. കാൻറ്റോണ കാൻറ്റോണിൻ്റെ ടോണി ആഡംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ടെനിസ്ലോ കെഹൻസ് റൂബിനിങ്. ഓ ഹുയ്സൺ ഒരു ടാക്കിലൂടെ എടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഫോർലാൻ കിട്ടും ബെക്കംബോറിന് കിട്ടും. ബെക്കംബോർ അടുത്ത വർഷം കിട്ടിയത് ഫോർലാൻ അല്ല കിട്ടിയത് നമ്മുടെ ടീം തന്നെയാണ്. അവിടെ ബാക്കൊക്കെ എന്തിനാണ് തിരിഞ്ഞ് പെട്ടെന്ന് അടി. കസിയാസാണ് ചെക്കൻ്റെ കീപ്പർ, അങ്ങനെ ഇങ്ങനെ വിടൂല. ഐക്കർ കസിയാസ്, വാൻ ബ്യൂട്ടൺ, ക്രിസ്റ്റോ സ്റ്റേക്കോ, ഫോർലാന്, ബാറ്റിസ്റ്റൂട്ട. കാനോണൊക്കെ കിട്ടിയില്ല, കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഷോട്ട് അടിക്കാനോ. അവിടെ കളി 2 ടീമിൻ്റെ ഭാഗത്തുണ്ട്, പക്ഷേ ഓൻ്റേക്ക് നിന്നാണ് ഷോട്ടിങ്ങും അറ്റംപ്റ്റും ഒക്കെ വരുന്നത്. ഓൻ ഇടയ്ക്കിടക്കാണ് പെനാൾട്ടി അല്ലല്ലോ, പെനാൾട്ടി അല്ല റഫറി, പെനാൾട്ടി അല്ല, പെനാൾട്ടി അല്ല കേട്ടോ. എടുത്തുനിന്നൊരു ഫ്രീ കിക്ക് കിട്ടിയിരുന്നു, ഒന്നും പറഞ്ഞില്ല, തൊട്ടടുത്തുനിന്ന്. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമില്ല. കുഴപ്പമില്ല, തൊട്ടടുത്തുനിന്നാണ് ഫ്രീ കിക്ക് കിട്ടിയിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത്രക്ക് കൊടുത്തുനിന്ന് അങ്ങനെ ഫ്രീ കിക്ക് കിട്ടാറില്ല. മെസ്സിൻ്റെ ഫ്രീ കിക്ക് റിഫ്ലക്ഷൻ ആയിട്ടുണ്ട്. അതൊക്കെ ഇനി മെസ്സിക്ക് ഭാഗ്യത്തിന് എല്ലാവരും കൂടി കിടന്ന് കളിക്കാനു. പുള്ളിയർക്കാണ് ബാറ്റിസ്റ്റൂട്ട കിട്ടുമോ? ബാറ്റിസ്റ്റൂട്ട ഒന്നും കൂടി നല്ല പാസ് എവിടേക്കാണ് ബാറ്റ് ചെയ്യേ ഗൈസ്. വാൻ ബ്യൂട്ടൻ്റെ പാസും കോളായിട്ടുണ്ട്. റോബർട്ട്സൺ, ഡൊനാഡോണി, ബെല്ലേട്ടി, ഡൊനാഡോണി, ബാറ്റിസ്റ്റൂട്ട, കാൻറ്റോണിൻ്റെ ഒക്കെ ബോൾ പോയി. ഇനി ഓരോരോ അറ്റാക്കിങ് ഉണ്ടാവും ഗൈസ്. കിട്ടിയില്ല. ഭാഗ്യത്തിൽ നമ്മൾ ബോൾ എടുത്തിട്ടുണ്ട്. റൈക്കാർഡ് അവിടേക്കല്ല കൊടുക്കണ്ട്, ബോൾ നമ്മൾ കൊടുക്കുന്നിടത്തേക്ക് പോകണില്ല കേട്ടോ. ഫ്രാങ്ക്ഫിഷ് മിക്കവാറും മൂഞ്ചിട്ടാ. ഫസ്റ്റത്തെ കളി തന്നെ പൊട്ടിയാൽ എനിക്കൊരു കുറേ കാലത്തിന് ശേഷമാണ് ഡിവിഷൻ 3 കയറുന്നത്. അപ്പോൾ 3 കയറി ഫസ്റ്റ് കളി അടപടം മൂഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ മോശമാണ്. ഒരു നല്ല ഷോട്ട് അടിക്കാൻ നിൽക്കുകയാണ്. ഫേക്ക് വെക്കാനാണെങ്കിലും നല്ല ഷോട്ടായിട്ട് കിട്ടുമല്ലോ. ഫേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ ഫോർലാൻ പെട്ടെന്ന് അത് അടിച്ചിട്ടുണ്ട്. സ്റ്റേക്കോ കുത്ത് ഡൊനാഡോണി എടുക്ക്. ഡൊനാഡോണി, കാൻറ്റോണ എടുക്ക്. അവിടെ വെച്ച് കളിക്കലഞ്ഞ് ഓൻ്റെ അതാ പോണേ. വാൻ ബ്യൂട്ടൺ, റോബർട്ട്സൺ എടുക്ക്. ഈ റോബർട്ട്സൺ രണ്ടും കൊളാക്കണ്ടല്ല. ഹാജിനെ ഇറക്കണം ഗൈസ്, ബാറ്റിസ്റ്റൂട്ടിനെ കയറ്റിയാണ്ട് ഹാജിനെ ഇറക്കിയേ പറ്റുമോ. അവിടെ ഡെന്നിസ്ലോ വിടരുതേനാ. അതായത് ഭാഗ്യം. അവിടെ ഒരു ഷോട്ട് ഗോള്. ഭാഗ്യം. നമുക്ക് എന്തായാലും ബാറ്റിസ്റ്റൂട്ടിനെ കയറ്റണം, ബാൻ ഇറക്കണം, അതായത് ഹാജിനെ ഇറക്കണം. എന്നാലേ കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഹാജി വേണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ കൊണ്ട് കുറച്ചൊക്കെ ഉപകാരമുണ്ട്. കഴിഞ്ഞ കളി കളിച്ചതിൽ വെച്ച് പറയണം. അപ്പം നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാം. നമുക്ക് എന്തായാലും വന്നിട്ടുണ്ട്, ഹാജിനൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഹുയ്സൺ, ഹാജി ദിയോഫ്, ഹാജി എടുക്ക്. സ്റ്റോയ്ക്കോവ്, ഡൊനാഡോണി, ഫോർലാനെ ഫിനിഷ് ചെയ്യ് ഗൈസ്. അങ്ങനെ ഫോർലാൻ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടോ, ഒന്നിലാക്കിയിട്ടുണ്ട്, ഡ്രോ ആക്കിയിട്ടുണ്ട് ഫോർലാന്. ഡിയാഗോ ഫോർലാൻ കിടിലം പാസ്സാണ് ഫോർലാനിന് കൊടുത്ത്. ഡൊനാഡോണിനല്ലേ എന്തായാലും അത് ഫോർലാൻ ആരും മാർക്കൊന്നും ചെയ്തിട്ടില്ല ഫോർലാന. ആ ചാൻസിൽ ഡൊനാഡോണി, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോർലാനല്ല ഉദ്ദേശിച്ചത്, ഞാൻ ദിയോഫിനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പോയത് ഫോർലാനാണ്. കുഴപ്പമില്ല, ഇങ്ങനെ കളിക്കും. ഗൈസ് ഫോർലാൻ, റോബർട്ട്സൺ അല്ലേ ക്രോസ് എടുത്ത് കുത്താനല്ലാത്തൊരു കുത്തുന്നല്ലേ, ദിയോഫിന് കുത്തിക്കാം ഗൈസ്. അവിടെ എത്തിയില്ല. വാൻ ബ്യൂട്ടൺ ഫേക്ക്. എടാ ഹുയ്സ അങ്ങോട്ട് പോകല്ലേ, ഹുയ്സ റൂമിനിങ്ങനെ നോക്കി. ഇവനെ നോക്കിപ്പോടാ. ഞാൻ പറഞ്ഞോണ്ട് ഞാൻ ഇവനെ നോക്കിയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോയാണെങ്കിൽ ബെനിൻ ട്രിപ്പിൾ ചെയ്താണ്ട് അവിടെ ലാഗ്
ലാഗും ഇതിൻ്റെ ഇടയിൽ വന്നതും കേട്ടോ ഗൈസ്. എങ്ങനെയൊക്കെയോ കളിച്ച് ജയിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. സ്റ്റേക്ക് അടി അടി എടാ അടിക്കണ്ടേ. അല്ല ഇപ്പോൾ ഇന്നെക്കാട്ടി റാങ്ക് ഉള്ളവനാ എൻ്റെ ഫസ്റ്റത്തെ കളി ആവാൻ സാധ്യതയില്ല. ഇന്നെക്കാട്ടി റാങ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എൻ്റെ റാങ്കേ ഇല്ലല്ലോ. അതാവുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു സമനില ആയാലും പോയിൻ്റ് കൂടും. ഈ സമനില എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ചിലപ്പോൾ ഇട്ടാം ചിലപ്പോൾ എല്ലാവർക്കും ആരുണ്ടാവും സമനില ആയാൽ എങ്ങനെ പോയിൻ്റ് കൂടുതലെന്ന് നോക്കാം. നമ്മളെക്കാട്ടി റാങ്ക് കൂടുതലാണോ അല്ലയെന്ന് നോക്കണം. കൂടുതലാണെന്നുണ്ടെങ്കിൽ സമനില ആയാൽ നമുക്ക് കൂടും, കുറവാണെന്നുണ്ടെങ്കിൽ സമനില ആയാൽ നമുക്ക് കുറയും. അങ്ങനെയാണ് ഫോർലാനെ അഡാ ഗുഡ് 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 ഗുഡ്. കുഴപ്പമില്ല, കോർണർ കളി നമ്മൾ ക്യാൻറ്റോണോ ഇനി കോർണർ എടുക്കണം. കുഴപ്പമില്ല ആരടിച്ചാലും എന്താ ഗോളായ പോലെ. അല്ല സ്ട്രൈക്കും ആണ്, അങ്ങനെ ഇട്ടെടുക്കുക വെറുതെ. അവൻ്റെ കീപ്പറിന് ഞാൻ ഇട്ടെടുത്ത്. സ്ട്രൈക്ക് ഇവിടെ തന്നെ ബുള്ളറ്റ് അടിച്ച് നോക്കാം. ഓ കിടിലോ ബെല്ലട്ടി പെട്ടെന്നടി. കൈ അവിടെ സ്പിന്നിങ് അടിച്ചാൽ മതി, എന്നാലേ തട്ടിയിടും. നല്ല പവറിൽ വരുമ്പോൾ സെക്കൻഡ് അറ്റാക്കിങ്. ഓ ഹുയ്സണ് സ്ട്രൈക്ക് ക്യാൻറ്റോണ കിടിലും ഗോള്. ഒന്നും പറഞ്ഞില്ല, രണ്ടാൾക്കാരാണ് ബാക്കിൽ നിന്നും മുന്നിൽ നിന്നും ആൾക്കാരൊക്കെയാണ്. അവിടുന്ന് ഒറ്റ അടി ബാർമ തട്ടി ഗോളും ആയിട്ടില്ല. എറിക് ക്യാൻറ്റോണ ഗൈസ്. 2 സെൻട്രൽ ഫോർവേഡ് അറ്റാക്കേഴ്സ് അടിച്ചു. ഇപ്പോഴും ഇവൻ അടിച്ചിട്ടില്ല കേട്ടാ. ഹാജിയാർ അടിച്ചിട്ടില്ല. പിന്നത്തേക്ക് മാറ്റി വെച്ച് കാണാമെന്നറിയില്ല. സ്ട്രൈക്കോ എടാ ബെല്ലട്ടി. ഈ ചെക്കൻ നല്ല കളി കളിക്കും, കാരണം എന്താ വെച്ചാൽ നമുക്ക് സമനില പിടിച്ചാലല്ലേ പറ്റുള്ളൂ. ഓ എടാ പെട്ട് ഗൈസ്. നമ്മളൊന്നും മുടങ്ങിയിട്ടുണ്ട്. എടാ കിടിലം വലിയവർക്കാണ്. ഇത് സീനാണ്, ഒന്നും പറയാനില്ല ഗൈസ്. കിടിലം സേവനെ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഗോളായിന്ന്. സേവ് ചെയ്യാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ സേവ് ചെയ്യൂല വലിയവർക്കാൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും നമുക്ക് ബോൾ കിട്ടിയിട്ടുണ്ട്. ക്യാനോണൊക്കെ കിട്ടുമോ? ഹാജി എടുക്ക്. ഇല്ല കുഴപ്പമില്ല. ഡൊണാൾഡോന് ക്യാനോണ ഹാജി ദിയോഫ് അവിടെ പെട്ടെന്നടി ഗൈസ്. 2 സെൻട്രൽ ഫോർവേഡും ഒരു SS ഗോൾ അടിച്ചിട്ടുണ്ടാ. അവനാണ് കീപ്പറിനായിട്ടൊക്കെ വന്നത്. ഞാൻ വിചാരിച്ച് തട്ടിയിരുന്നു, പക്ഷെ സ്റ്റണ്ണിങ് അടിച്ചുകൊണ്ട് ബോൾ പറത്തിയിരിക്കണ് ഹാജിയാർ. ഒന്നും പറയാനില്ല, കിടിലോ. ഇനി അവനെന്തായാലും 2 അടിക്കണം. അതും എത്ര മിനിറ്റ് കൊണ്ടാരോ ഞാൻ പറയാം. 90 ആവട്ടെ. 4 മിനിറ്റ് കൊണ്ടോ 2 അടിക്കണം. വേണേ നടക്കും കേട്ടോ. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നടക്കും, പക്ഷെ ഇനി നടക്കൂല, നമുക്ക് ഉറപ്പുണ്ട്. എടാ ഇനി നടക്കൂല, എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഒരിക്കലും നടക്കൂല. നടന്നാൽ നമുക്ക് 5000 റുപ്യ വരും. ഇനി 2 ഗോൾ അടിച്ചാൽ 5000 റുപ്യ കൊടുക്കും നമുക്ക്. പക്ഷെ നമ്മൾ ജയിച്ചിട്ടാ. റാങ്ക് പുഷ് ഫസ്റ്റ് മാച്ചാണ്. ഒന്നും നോക്കില്ല, ആദ്യ കളി തന്നെ വിജയത്തിലൂടെയാണ്. നമ്മൾ ആദ്യ കളി കേട്ടോ. എത്ര പോയിന്റ് കൂടി നോക്കാം. 1200 1241 ജി ഗൈസ്. നമുക്ക് റാങ്കിങ് വന്നിട്ടാ. ഇത് നമ്മളാണ് അലിയാണ്ട. ഇവിടെ എവിടെ വക്കുട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടോ ഞാൻ. ഇതല്ലേ ഇതാണ് ഗൈസ്, നമ്മൾ കിട്ടില്ല ടീമാണ്. ഒന്നും പറയാനില്ല. ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയട്ടോ. എന്തൊക്കെയായാലും നമുക്ക് അടുത്ത കളി ഇപ്പം തന്നെ കളിച്ചേക്കാം, അതാവും നല്ലത്. അതാകുമ്പോൾ ഇന്നത്തെ റാങ്ക് പുഷിൽ കുറേ ഉണ്ടായിക്കോട്ടെ. അപ്പം എന്തായാലും നമുക്ക് ആൾ വന്നിട്ട് കാണാം. ഗൈസ് ആൾ വന്നിട്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് റേഞ്ച് ഒന്ന് കൂടുകയാണെങ്കിൽ നോക്കാം. ഗൈസ് കറക്റ്റ് ടൈമിങ്ങിന് കൂടിയുണ്ട് കേട്ടോ. നീ അല്ല പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഈ ലാഗ് തന്നെ ആവും. നോട്ട് ദിസ് ടൈം ഗൈസ്. ഓങ്ങൾക്ക് എന്നെക്കാട്ടി കൂടുതലാണ് റാങ്കിങ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല ഓങ്ങൾക്ക് എന്നെക്കാട്ടി കുറവാ എനിക്കറിയാം. സമനിലായ ചിലപ്പോൾ എനിക്ക് കുറവൊന്നും ആർക്കും നോക്കിയില്ല. നമുക്ക് ഇനി സബ്ബൊക്കെ ഒന്ന് വരുത്തണം. സബ്ബൊക്കെ ഇനി അതിനനുസരിച്ച് നോക്കാം. ടോണി ആഡംസ് വേണ്ട. ഡിസ്ട്രോയർ നടക്കൂല. ഒൽമ നടക്കട്ടെ. വാൻഡേക്ക് നെയ്മറൊക്കെ ഫുൾ ഫോമിലാണ്. ബാറ്റിസ്റ്റൂട്ട വേണോ വേണ്ടെന്നുള്ള ഡൗട്ടിലാണ്. ഇത് 2 ഫോർവേഡും പോരാ. ബാറ്റിസ്റ്റൂട്ടിനെ ഇറക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഹാജിയാരെ പകരം ഇറക്കി വെക്കുക. ലാസ്റ്റ് സെക്കൻഡ് ഹാഫിൽ അയച്ചാലോ. സെക്കൻഡ് ഹാഫിൽ ഒരു ബാറ്റിസ്റ്റൂട്ട് അവിടെ 103 സാധനം ഇതിലാണ്. ഒന്നും പറയാനില്ല. ബാറ്റിസ്റ്റൂട്ടിനെ വേണമെങ്കിൽ അറിയാം. എന്തായാലും നമുക്ക് കളി കാണാം. നമുക്ക് അവിടെ നമ്മളെ ഹോമാണ്. അവിടെ നമ്മളെ ടച്ചെടുക്കണേ. ചെക്കന് ലോങ് ബോൾ കൊണ്ടുവരാട്ടോ.
ഏത് ക്യാപ്പല്ലോൺ. കളി തുടങ്ങിയപ്പോഴേ നമുക്ക് ലാഗാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞ റേഞ്ച് കട്ട നോക്കിയിട്ട് കാര്യമില്ല. ലാഗ് രണ്ട് ടീമിനും ഉണ്ടാവും. എനിക്കറിയില്ല. എനിക്കെന്തായാലും ഉണ്ടാവും. എനിക്ക് ഉറപ്പേനു. ക്യാൻറ്റോണ ഞാൻ അവർക്കെല്ലാം ഉദ്ദേശിച്ച്. എന്തായാലും പോട്ടെ. അതാ പോണേ. എടോ അങ്ങോട്ട് കുഴപ്പമില്ല. സീസൺ നമ്മൾ ലോംബോൾ കൗണ്ടർ അല്ലെങ്കിൽ ഒരു കൗണ്ടർ അങ്ങനെ ചെയ്ത് നോക്കട്ടെ. എല്ലാം ഉണ്ടായാലോ. ഫോർലാൻ. ഫസ്റ്റ് ടൈം കൊടുക്കണ്ട ഫോർലാനെ. ഒന്ന് തിരിഞ്ഞ് ടേൺ എടുത്ത് ഫോർലാൻ. അതാണ് ഇതായത്. മാൻബൂട്ട് പെട്ടെന്ന് കൊടുക്കേ. നമ്മൾ പാസിംഗ് ഒക്കെ നല്ല ലേറ്റ് ആവും കേട്ടോ. ഒലിവർക്കാനെ ഈ കളി എന്തായാലും നമ്മൾ പൊട്ടും. നിങ്ങൾക്ക് ഉറപ്പിട്ട്. കാരണം എന്താ പറയുക, പാസ് നല്ല ഡിലേ ആവുന്നുണ്ട്, ലാഗും ഉണ്ട്. പിന്നെ എങ്ങനെ പൊട്ടാക്കുക? പാസ് അങ്ങോട്ട് നമ്മൾ വിചാരിച്ചോട്ട് പോകണമില്ല. എന്നാൽ ഡിലേ ആവുന്നുണ്ട്, അതുകൊണ്ട് ലാഗും ഉണ്ട്, അതുകൊണ്ട് എല്ലാ പ്രശ്നവും നമുക്ക് ഉണ്ട് കേട്ടോ. നെയ്മർ, ഫോർലാനെ, നെയ്മർ, റൈക്കാർഡ്, നെയ്മറിലോട്ട് നെയ്മറിന് കൊടുത്താണ്. നെയ്മറിനല്ല കേട്ടോ പോയത്. ബാറ്റിസ്റ്റൂട്ടാ ക്യാനോണൊന്ന് ഫിനിഷ് ചെയ്യ്. കണ്ടോ ഇതാ പറഞ്ഞു നല്ല ഡിലേ ആവുന്നുണ്ട് എല്ലതും. അതിപ്പോൾ ക്യാനോൺ സെക്കൻഡ് ഹാഫ് ഒരു ഗോൾ വരാൻ നല്ല സാധ്യതയുണ്ട്. ഇത് ഒലിവർക്കാനെ 2 ഗോൾ അടിച്ച് 2-0. എന്ത് ചെയ്യുക? ഫസ്റ്റ് കളി ജയിച്ചു, രണ്ടാം കളി പൊട്ടേണ്ടി വരുമല്ലോ. ബാറ്റ് ഷൂട്ടറിനെ കയറ്റണം ആദ്യം. ഇപ്പം തന്നെ കയറ്റാം. ബാറ്റ് ഷൂട്ടറിന് ഇപ്പം തന്നെ കയറ്റിയേ പറ്റുള്ളൂ. ഒൽമോ, ഫോർലാൻ എടുക്ക്. ലാഗാണിത്. ഇത് കൂട്ടൂലേക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒന്നും കളി ഇഷ്ടമല്ല കേട്ടോ. ഇതാണ് ഞാൻ ലീഗ് ആവുകൊണ്ടാണ് ഞാൻ കളിക്കാത്തത്. പൊതുവേ ഞാൻ ലീഗ് കളിക്കലില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ തുടങ്ങാൻ വിചാരിക്കുമ്പോൾ ലാഗും അതൊക്കെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവം. ഞാൻ അവർക്കെല്ലാം ഉദ്ദേശിച്ച് ഇനിയിപ്പോൾ ത്രോ ഇല്ല. ഫോർലാനൊന്ന് എടുക്കുമോ? ബാറ്റ് ഷൂട്ടൊക്കെ ആണല്ലോ കിട്ടിയത്. എന്തായാലും അവിടെ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് വെക്കിയിരിക്കണം. കാരണം എന്താ വെച്ചാൽ ബാറ്റ് ഷൂട്ടറിനെ കയറ്റിയേ പറ്റുള്ളൂ. കയ്യൂല മോനെ ബാറ്റ് ഷൂട്ടറിനെ കൊണ്ടൊന്നും. ഹാജിയാരെ ഇറക്കണം. സനേട്ടി, നെയ്മറൊന്ന് ഓട്. അത് ആക്സലേഷൻ ഉണ്ടല്ലോ, അത് മതിയില്ലേ. ഹാജി, റൈക്കാർഡ്, ഭാഗ്യം. ഫോർലാൻ ഒന്ന് എടുക്കുമോ? എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഈ ലാഗ് പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ നിന്ന മനുഷ്യന് ദേഷ്യം പിടിക്കൂലേ? അതാണ് ഇപ്പം എനിക്ക് വന്നിക്കണേ. ഒൽമോ ഒന്ന് ഷൂട്ട് അടിക്കടാ. എന്ത് കഷ്ടമാണിത്. ഷൂട്ട് അടിക്കുമ്പോഴാണ് ഓര് വന്നെടുക്കണേ. ഒൽമോ, ക്യാൻറ്റോണ. അടിപൊളി. നമുക്കിന്ന് ബോള് ഒരു ഷോട്ട് അടിക്കാൻ കഴിയില്ല എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഷൂട്ട് അടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ വന്നെടുക്കുകയല്ലോ ബോള്. സ്റ്റാറ്റ്സിൽ കണ്ടോളൂ നിങ്ങൾ, ഒരു ഷോട്ട് ഞാൻ അടിച്ചിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. നമ്മളിപ്പോൾ തന്നെ ബോസായിട്ടാ. നന്നായി. ബാരിസ്റ്റൂഡിനെ കയറിയിട്ട് ഹാജിയാരെ ഇറക്കട്ടെ. എല്ലാം നടക്കണ്ടേ? നമുക്കെന്തായാലും വന്നിട്ട് കാണാം. പൈസ വന്നിട്ടുണ്ട് കേട്ടോ. അല്ല ഞങ്ങളിപ്പോൾ ഹാഫ് ടൈമും ആയി. സ്റ്റാറ്റ്സ് നോക്കിയിട്ടാ. ഷോർട്സ് നോക്കി. നമുക്ക് 0, നമുക്ക് 2. നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണണ്ടോ? ഇപ്പം തന്നെ കാണാം. ഇതൊക്കെ കള്ളക്കളിയാണ്. ഒരു ഷോട്ട് അടിക്കാൻ വേണ്ടി ആ ഷോട്ട് അടിക്കാൻ നേരത്ത് വന്ന് ബോൾ എടുക്കണേ. അത് കള്ളക്കളിയല്ലേ? കള്ളക്കളിയാണ് ഞാൻ പറയില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലേ? അതെങ്കിലും റൈക്കാർഡ്, ക്യാൻറ്റോണ, നെയ്മർ, ഹാജിയാർക്ക് കൊടുത്തുക്കണ. പക്ഷെ അവിടെ എത്തിയില്ല. ഇനിയിപ്പോൾ അവിടെ കണ്ട എനിക്ക് ഇഷ്ടമല്ലത്. ബോജാന് അതാ പോണേ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയില്ല. അവരിതിൽ നിൽക്കാം. അല്ലാതെ നമുക്ക് ഇതേണ്ടതല്ല. ക്യാൻറ്റോണ, ഡാനിയൽമോ, റൈക്കാർഡ്. കളിച്ചല്ല. ഓനടുത്ത ഗോൾ അടിച്ച്. ഞാൻ എന്ത് ചെയ്യാനാണ് ഈ ലാഗ് അവസ്ഥയിൽ? എനിക്ക് നല്ല ഇതുണ്ട്.
കാര്യമാണ്, നല്ല പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ലാഗ് ഇല്ലാതെയാണോ അവൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു തരും, അവൻ നല്ല കളി കളിച്ചിട്ട് തന്നെയാണ്. പക്ഷെ ഇത് ലാഗ് ഉണ്ടായതുകൊണ്ടല്ലേ ഷോട്ട് പാസ് ഡിലേ ആവണ്, ഷോട്ട് ടൈമിങ്ങിന് പോകണില്ല, ഒന്നും ശരിയാവണില്ല. അതുകൊണ്ടാണ് ഗൈസ് കണ്ട പിന്നെ ലാഗ് കണ്ടാ, നിങ്ങൾക്ക് കാണുന്നുണ്ട് ലാഗ് ഉണ്ടെന്നും എല്ലോ. കന്നവേരോ സ്കഫു ഫൊർലാന് കിട്ടുമില്ല. നെയ്മർ എടുക്കാതെ നെയ്മർ എടുത്താൽ വിളിച്ച് ഇല്ല. വാൻബൂട്ടൻ, റൈക്കാർഡ്, നെയ്മർ, സനേട്ടി ഇങ്ങോട്ട് തന്നെ എടുക്ക്. ഇതാണ് സ്കില്ല് പോയിട്ട് ഒരു കുന്തും കഴിയണില്ല, ടേണും പോലെ നേർക്ക് എടുക്കാൻ കഴിയണില്ല ഗൈസ്. കഫു എന്നോട് ആരടാ പറയണ അവൾക്ക് ക്ലിയർ ചെയ്യാൻ പറഞ്ഞ എന്നെ കാണാൻ പറയാം. ഇനി അപ്പുറത്തെ കണ്ടത്ത് പോയിക്കാണ്ടാവും ഇനി ബോൾ എടുത്തോണ്ടിരുക. എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി. എന്ത് ചൊറടൊക്കെ. റൈക്കാർഡ്, ഒൽമോ, ബോജാൻ ഇല്ല, ഒൽമോ ഇല്ല, ആർക്കും ഇല്ല. ഹുയ്സണ് ബോള് പോയി. നമ്മളൊരു പാസ് കൊടുത്താൽ ബോൾ പോകും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ബോൾ പോയി എന്ന് ആദ്യം പറഞ്ഞത്. ബോൾ പോയില്ല. നമുക്കൊരു ചാൻസാണിത്. ഫൊർലാൻ പെട്ടെന്ന് കണ്ട അടിക്കണില്ല. അവിടെ കണ്ട ലാഗുണ്ട്, അടിക്കണില്ല, ചൊറ സാധനം. ഇനി ഓൻക്ക് തന്നെ ഇട്ടെടുത്തല്ല, ഓൻക്ക് ത്രൂ ആക്കി ഇട്ടെടുത്തിക്കണേ ഹാജിയാരിനെ. ഇനിയിപ്പോൾ ഗോൾ ആയിണ്ടാവും. എനിക്ക് ഇഷ്ടമല്ല കേട്ടാ ചൊറ കളി. ഇങ്ങനത്തെ ലാഗ് അവസ്ഥയിലാണ് എനിക്ക് ഈ ഡിവിഷൻ നിർത്താൻ തന്നെ തോന്നലുണ്ട്. പക്ഷെ ഞാൻ നിർത്തൂല, നെവർ ഗീവ് അപ്പ് എന്നാണല്ലോ. നമ്മൾ ഒരു ഗോളെങ്കിലും എങ്ങനെയെങ്കിലും അടിച്ചിരിക്കും, അത്രക്കും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. വല്ലാത്ത ഞാൻ സ്കില്ലെടുക്കുമ്പോൾ അവന് ആക്സലറേഷൻ ഒന്നുമില്ലാത്തതായിട്ട് വന്നോളൂ. നമുക്കൊരു ബ്ലിച്ച് ട്രൈ ചെയ്ത് നോക്കാം. റൈക്കാടേ ഒരു ബ്ലിച്ചാടാ, ഒരു ഗോളിനെങ്കിലും സമ്മതിക്കടാ. എന്ത് ചോറാണിത് വയസ്. അടിപൊളി, അടുത്ത ഗോൾ വെച്ചിട്ടുണ്ട്. 4 മുടക്ക് പൊട്ടിക്കുകയാണ്. ഞാൻ ഇപ്പോഴൊന്നും കളിക്കൂല, അതാണ് എനിക്ക് പറ്റാത്തത്. വാളെ കൊണ്ടെന്നെങ്കിലും കളിക്കട്ടെ. കളി ഇല്ല. കളിച്ചല്ലോ ദ്യോഫെ അങ്ങോട്ട് തന്നെ ക്ലിയർ ചെയ്യണം, അവിടെയാണല്ലോ നമ്മളെ പോസ്റ്റുള്ളത്. ഇത് ചൊറയടാ. ഒരു ഗോളെങ്കിലും അടിക്കണം എന്നുണ്ട്, പക്ഷെ ആ ഗോളും പോലെ കഴിയൂലെനിക്ക്, അത്രക്കും ലാഗിലാണ് ഞാൻ കളിക്കണത്. വാൻബൂട്ടന് ഒൽമോ ബോള് പോയി. ബോൾ ഇനി ഓൻ്റെക്കിൽ കുറച്ച് കളി ഗൈസ് നമ്മൾ ഐശ്വര്യമായിട്ട് പൊട്ടിയിട്ടുണ്ട്, ഒന്നും പറയാനില്ല ഗൈസ്. എനിക്ക് ഒരു കളി പൊട്ടി, ഒരു കളി ജയിച്ചു. 1200 റൺ ആവുമോ? 30 കുറയുള്ളൂ. 1200 റൺ ആവുമോ? ഇല്ല ഗൈസ്, 1224. കുഴപ്പമില്ല. ഇത് പിന്നെയും കുഴപ്പമില്ല. 2 കളി കളിച്ചു, 1 കളി ജയിച്ചു, 1 കളി പൊട്ടി, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ പോവാണ്. ചേട്ടാ.